സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. സർക്കാർ സ്കൂളുകളൊക്കെ ഹൈടെക് ആയെങ്കിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ പല സ്കൂളുകളും അത്ര ഹൈടെക് അല്ല. സ്കൂളിലെ ശൗചാലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ വൃത്തിഹീനമാണ്. ഈ ടോയ്ലറ്റുകളും ശോചനീയാവസ്ഥയിലാണ്. സ്കൂൾ തുറന്നാൽ പിന്നെ നമ്മുടെ കുട്ടികൾ ഏറിയ സമയവും ചിലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. ശുചിത്വവും ചിട്ടയായ ജീവിതശൈലിയും പാഠ്യപദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ശുചിത്വ ബോധത്തോടൊപ്പം മാതൃകയാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ വിദ്യാലയങ്ങളിലെ ശൗചാലയങ്ങൾ? വൃത്തിയുള്ളതും സുരക്ഷിതത്വമുള്ളതുമാണോ കുട്ടികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ശൗചാലയങ്ങൾ? 24 പരിശോധിക്കുന്നു. മലപ്പുറം ജില്ലയിലെ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ ശുചിമുറിയാണിത്. ചെളിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. പൈപ്പുകൾ ഉൾപ്പെടെ പലതും പൊട്ടിയ നിലയിലാണ്. എന്തുകൊണ്ട് സ്കൂൾ ശുചിമുറികൾ ഇങ്ങനെ കിടക്കുന്നു? കാരണത്തിലേക്ക് വരാം. സർക്കാർ LP UP സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയാണുള്ളത്. ഹൈസ്കൂളുകളിൽ മുഴുവൻ സമയമുണ്ടെങ്കിലും പലയിടത്തും ശുചീകരണം കാര്യക്ഷമമല്ല. എയ്ഡഡ് സ്കൂളുകളിൽ ശുചീകരണ തൊഴിലാളി തസ്തികയുമില്ല. സ്കൂളുകളിൽ ബാത്റൂമുകൾ പിന്നെ അതേപോലെ പരിസരത്ത് വൃത്തികേടായി കിടക്കുന്നതൊക്കെ കാരണം നമുക്ക് വേണ്ടത്ര സ്റ്റാഫുകളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പ്രൈമറി സ്കൂളുകളിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയും ഗവൺമെൻറ് ഹൈസ്കൂളുകളിലൊക്കെ ഫുൾ ടൈമാണ് ഉള്ളത്. KPSTയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ സ്വീപ്പർമാരെ പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ അതിന് വേണ്ട നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശുചിത്വം ഉറപ്പാക്കാൻ ആധുനിക സംവിധാനങ്ങളോടെ സ്ഥാപിച്ചതാണ് ഈ ടോയ്ലറ്റുകൾ. എന്നാൽ ഈ ടോയ്ലറ്റുകളും ഉപയോഗശൂന്യം. പലതും അടഞ്ഞുകിടക്കുന്നു. ഇവയുടെ വാതിലുകൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുന്നു. നാളെ കേരളത്തെ നമ്പർ 1 ആക്കേണ്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ശൗചാലയങ്ങൾ വൃത്തിഹീനമാണ്. എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങളിലെ ശുചിത്വത്തോട് മാത്രം ഇത്ര വിമുഖത? ഹൈടെക് സ്കൂളെന്നും 100% സാക്ഷരതയെന്നും പറയുന്ന സർക്കാർ ഈ ദുരവസ്ഥ ഒന്ന് നേരിൽ കാണണം. സമീർ ബിൻ കരീം, 24 തിരൂർ.